തെറ്റിദ്ധരിക്കരുത്, ഇതേതെങ്കിലും കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടി നടത്തുന്ന ഒരഭിമുഖ പരീക്ഷയല്ല. മരുന്ന് പരീക്ഷണം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു പതിപ്പായ മദ്യപരീക്ഷണം. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ ഒരു വൻകിട സ്വകാര്യ ഹോട്ടലിൽ നടന്ന ലിക്കർ സ്റ്റഡിയുടെ ദൃശ്യങ്ങളാണിത്. സമൂഹത്തിൽ വലിയ സുഹൃത്ത് വലയമുള്ളവരെ സ്വാധീനിച്ച് സൗജന്യമായി മദ്യം വിതരണം ചെയ്യുന്നു എന്ന് കാണിച്ചാണ് മദ്യ കമ്പനികൾ രഹസ്യമായി ലിക്കർ സ്റ്റഡി സംഘടിപ്പിക്കുന്നത്. ടെസ്റ്റ് ട്യൂബിന്റെ നമ്പർ ഇടും പോലെ ഗ്ലാസുകളിൽ നമ്പർ ഇട്ട് വ്യത്യസ്ത ഇനം ബ്രാൻഡുകൾ ഒരാൾക്ക് തന്നെ നൽകുന്നു. മദ്യം കഴിച്ചു നോക്കിയതിനു ശേഷം ഗുണം, നിറം, വീര്യം എന്നിവയെക്കുറിച്ചെല്ലാം അഭിമുഖ പരീക്ഷയിലേതിനു പോലെ ഉത്തരം നൽകണം. നമ്മുടെ പെരുമാറ്റങ്ങൾ ഉൾപ്പെടെ കമ്പനി അധികൃതർ നിരീക്ഷിക്കും. കുടിച്ചതിൽ ഫസ്റ്റ് സ്മൂത്ത് തോന്നി, ഇത് ചെറുതായിട്ട് ആറോളം പേജ് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സൗജന്യമായി മദ്യവും കഴിച്ച് പടിയിറങ്ങാം. നിയമവിരുദ്ധമാണ് ഇത്തരം പഠനങ്ങളെന്ന് സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. എന്ത് വില കൊടുത്തും ചെറുക്കപ്പെടേണ്ടതാണ്. ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കാണ് ഇപ്പോൾ പരീക്ഷണം വരുന്നത്. അത് മരുന്ന് കമ്പനികളും അത് തന്നെയാണ്. ഇത്തരം പഠനങ്ങളിലൂടെ മദ്യാസക്തിക്ക് പേരുകേട്ട മലയാളികളെ പരീക്ഷണ വസ്തുവാക്കുക കൂടിയാണ് ബഹുരാഷ്ട്ര മദ്യ കമ്പനികൾ. മദ്യ കമ്പനികളുടെ ബ്രാൻഡുകൾ ജനകീയമാക്കുന്നതിനായുള്ള ക്യൂവിലാണ് മലയാളികൾ. ക്യാമറാമാൻ AV ഷംസുദ്ദീനൊപ്പം MM രാഗേഷ്, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.